നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരള PSC വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിൻ്റെ എക്സാമിന് ജനറൽ നോളജ് സെക്ഷനിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ടോപ്പ് 13 ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 13 ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ ആദ്യമായി ATM അവതരിപ്പിച്ച ബാങ്ക് ഏതാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് HSBC. അടുത്ത ചോദ്യം, പുരാതന കാലത്ത് ചൂർണി എന്നറിയപ്പെട്ടിരുന്ന നദി ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് പെരിയാർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് പാലക്കാട് ചുരം. അടുത്ത ചോദ്യം, ലോക ക്ഷയരോഗ ദിനം ആചരിക്കുന്നത് എപ്പോഴാണെന്നാണ്. ദ വേൾഡ് ട്യൂബർകുലോസിസ് ഡേ. ഇതിൻ്റെ ഉത്തരമാണ് മാർച്ച് 24. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യത്തെ നാനോ ഉപകരണത്തിൻ്റെ പേര്, അതായത് നാനോ സാറ്റലൈറ്റിൻ്റെ പേര് എന്തെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് ജഗ്നു. അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും സ്മാളസ്റ്റ് സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് കലംസാറ്റ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഫസ്റ്റ് സാറ്റലൈറ്റ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ആര്യഭട്ട. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനത്തെയാണെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് കേരളം. അടുത്ത ചോദ്യം, കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെട്ടിരുന്ന നഗരം ഏതെന്നാണ്. ദ കൾച്ചറൽ ക്യാപിറ്റൽ ഓഫ് കേരള. ഇതിൻ്റെ ഉത്തരമാണ് നമ്മുടെ തൃശ്ശൂർ. അടുത്ത ചോദ്യം, എപ്പോഴാണ് ലോക ക്യാൻസർ ദിനം ആചരിക്കുന്നത്. ദ വേൾഡ് ക്യാൻസർ ഡേ എന്നാണെന്നാണ് ചോദ്യം. ഇതിൻ്റെ ഉത്തരമാണ് ഫെബ്രുവരി 4. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ വികസന ബാങ്ക്, ദ ഫസ്റ്റ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഏത് ബാങ്കിനെയാണെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് IFCI. അടുത്ത ചോദ്യം, വെളുത്ത ആനകളുടെ നാട് എന്നറിയപ്പെടുന്ന ഏഷ്യൻ രാജ്യം ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് തായ്ലാൻഡ്. അടുത്ത ചോദ്യം, ആരാണ് വസൂരി വാക്സിൻ കണ്ടുപിടിച്ചത്, അതായത് ഹൂ ഇൻവെൻറ്റഡ് ദ സ്മാൾ പോക്സ് വാക്സിൻ. ഇതിൻ്റെ ഉത്തരമാണ് എഡ്വേർഡ് ജെന്നർ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് മീശപ്പുലിമല. അടുത്ത ചോദ്യം, സഹാവ് എന്ന നാടകം ആരുടെ ജീവിതകഥയാണ് അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ ഉത്തരമാണ് P. കൃഷ്ണൻപിള്ള. അടുത്ത ചോദ്യം, ഏറ്റവും കൂടുതൽ ആദിവാസി ജനസംഖ്യയുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് മധ്യപ്രദേശ്. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസിയുള്ള സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് വയനാട്. അടുത്ത ചോദ്യം, ഓസോൺ പാളിയുടെ വിള്ളൽ കാരണമാകുന്ന വാതകം ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് CFC, ക്ലോറോ ഫ്ലൂറോ കാർബൺ. അടുത്ത ചോദ്യം, കരിമ്പുഴ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് മലപ്പുറം. അടുത്ത ചോദ്യം, കേരളത്തിൽ താലൂക്കുകളുടെ എണ്ണം എത്ര എന്നാണ്. 78 ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഇലക്ട്രിക് ട്രെയിൻ ആരംഭിച്ച വർഷം. ഇതിൻ്റെ ഉത്തരമാണ് 2000. അടുത്ത ചോദ്യം, തമിഴ്നാടിൻ്റെ ദേശീയ മൃഗം ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് വരയാട്. ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നതാണ് നിൽഗിരി ടാർ. അടുത്ത ചോദ്യം, കേരളം ഇന്ത്യൻ സംസ്ഥാനമായി രൂപീകരിച്ച വർഷം ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് 1956. അടുത്ത ചോദ്യം, മലയാളത്തിലെ രണ്ടാമത്തെ സിനിമ ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് പെരിയാർ. അതുപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി എന്ന് ചോദിച്ചാൽ നമ്മുടെ മഞ്ചേശ്വരം പുഴയാണ്. അടുത്ത ചോദ്യം, ഓസ്കാർ ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഏതെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് ഫാനു അത്തയ്യ. അടുത്ത ചോദ്യം, വാസ്കോഡ ഗാമ ആദ്യമായി കേരളത്തിൽ കോഴിക്കോട് എത്തിയത് ഏത് വർഷമാണെന്നാണ്. ഇതിൻ്റെ ഉത്തരമാണ് 1498. അടുത്ത ചോദ്യം, ജനസംഖ്യ പ്രകാരം
എത്രാമത് ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം എന്നാണ്. 13th ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? ഇതിൻ്റെ ഉത്തരമാണ് E.K. നയനാർ. അടുത്ത ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള നഗരം ഏതെന്നാണ്? ഇതിൻ്റെ ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കേരള ഹൈക്കോടതി സ്ഥാപിതമായ വർഷം എന്നാണെന്നാണ്? ഇതിൻ്റെ ഉത്തരമാണ് 1956. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മത്സ്യബന്ധന വ്യവസായമുള്ള രാജ്യം ഏതെന്നാണ്? ഇതിൻ്റെ ഉത്തരമാണ് ചൈന. അടുത്ത ചോദ്യം, കേരളത്തിലെ മലയാളം സർവകലാശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ്? ദ മലയാളം യൂണിവേഴ്സിറ്റി. ഇതിൻ്റെ ഉത്തരമാണ് മലപ്പുറം. ഈ മലയാളം യൂണിവേഴ്സിറ്റിയെ നമ്മൾ തുഞ്ചത്ത് എഴുത്തച്ഛൻ മലയാളം യൂണിവേഴ്സിറ്റി എന്നും പറയും. അപ്പോൾ ഇത്രയാണ് ടോപ്പ് 13 ക്വസ്റ്റിൻ്റെ പാർട്ട് 1. അപ്പോൾ ഈ ഒരു ഫയൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ലിങ്കിൽ കയറി ഈ ഫയൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഒപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.